ആലപ്പുഴയിലെ തിരോധാന കേസുകളിലെ പ്രതി സെബാസ്റ്റ്യൻ കൂടുതൽ സ്ത്രീകളെ കൊലപ്പെടുത്തിയിട്ടുണ്ടോ? ബിന്ദുവിനെയും ആയിഷയെയും ജൈനമ്മയെയും കൂടാതെ ഇയാൾ കൂടുതൽ പേരെ ലക്ഷ്യം വെച്ചിരുന്നതായി വെളിപ്പെടുത്തൽ. ഭർത്താവ് മരിച്ചതിനാൽ ഒറ്റയ്ക്ക് താമസിക്കുകയായിരുന്ന തന്നെ വീടും സ്ഥലവും വിട്ടു നൽകാമെന്ന് പറഞ്ഞ് സെബാസ്റ്റ്യൻ സമീപിച്ചിരുന്നതായി റിട്ടയർഡ് അധ്യാപിക എലിസബത്ത് ന്യൂസ് 18നോട് പ്രതികരിച്ചു. കാണാതായ ആയിഷയുടെയും പെൺസുഹൃത്തായ റോസമ്മയുടെയും അയൽവാസിയാണ് എലിസബത്ത്. നേരത്തെ റോസമ്മ ന്യൂസ് 18നോട് വെളിപ്പെടുത്തിയ കാര്യങ്ങൾ സ്ഥിരീകരിക്കുന്നതാണ് അധ്യാപികയുടെ തുറന്നു പറച്ചിൽ. റോസമ്മയുടെ വീട്ടിൽ സെബാസ്റ്റ്യനെ കാണാറുണ്ടെന്നും JCB ഉപയോഗിച്ച് പുരയിടം കുഴയ്ക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടിരുന്നതായും എലിസബത്ത് ന്യൂസ് 18നോട് പറഞ്ഞു. സെബാസ്റ്റ്യൻ ഈ ചേർത്തലയിലെ ഈ ഭാഗവുമായി ബന്ധപ്പെട്ട് ശാസൻ കവലയുമായി ബന്ധപ്പെട്ട് തന്നെ പലയിടങ്ങളിലും ഈ സ്ഥലം വിൽപ്പനയുമായി ബന്ധപ്പെട്ട് ഒറ്റയ്ക്ക് ജീവിക്കുന്ന സ്ത്രീകളെ സമീപിച്ചിരുന്നു എന്നുള്ളതാണ്. അതിൽ പല ദുരൂഹതകളും നിലനിൽക്കുന്നുമുണ്ട് ഈ നാട്ടിൽ. ഇപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് ഐഷ, അതായത് ഐഷയെ കാണാതായിട്ട് 2012 കാണാതായതാണ്. ഐഷയുടെ തൊട്ടടുത്ത് താമസിക്കുന്ന എൽസമ്മ ജേക്കബ് എന്ന റിട്ടയർഡ് അധ്യാപികയുടെ ഒപ്പമാണ് നമ്മളുള്ളത്. ഈ സെബാസ്റ്റ്യൻ ഇവിടെയും വന്നിട്ടുണ്ട് അല്ലേ? ഈ സ്ഥലം എൻ്റെ വീട്ടിൽ വന്നിട്ടുണ്ട്. ഞാൻ ഒറ്റയ്ക്ക് താമസിക്കുക. അപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് താമസിക്കുന്ന സ്ഥലവും വരെ വഴിയില്ലാത്തതുകൊണ്ട് ടീച്ചറെ ഞാൻ റോഡ് സൈഡ് സ്ഥലവും വരെ വാങ്ങിച്ചു തരാം, പിന്നെ ഇത് അവരെടുത്തോളാം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അങ്ങനെ എനിക്ക് സ്ഥലവും വരെ ആവശ്യമില്ല, എനിക്ക് ഇത് തന്നെ മതിയെന്ന് പറഞ്ഞു. അങ്ങനെ അയാൾ പോവുകയും ചെയ്ത് അയാൾ കൊടുത്തിട്ടുമില്ല. അങ്ങനെ സമീപിച്ചതാണ് സ്ഥലം പിന്നെ വസ്തു വിൽപ്പനയുമായിട്ട് ബന്ധപ്പെട്ട്. റോഡ് സൈഡിൽ ഇതിന് പകരം റോഡ് സൈഡിൽ പള്ളിയുടെ അടുത്തായിട്ട് ഞങ്ങൾക്ക് സേനയില്ലേ, അതുകൊണ്ട് പള്ളിയുടെ അടുത്തായിട്ട് സ്ഥലവും വരെ നല്ലത് വാങ്ങിച്ചു തരാം എന്നും പറഞ്ഞുകൊണ്ട് വാഗ്ദാനം ചെയ്തുകൊണ്ടാണ് ഇവിടെ വന്നത്. എനിക്ക് ആ മനുഷ്യനെ അറിയാമായിരുന്നതുകൊണ്ട് അയാൾ ഉടായിപ്പാണെന്നുള്ളത് നമ്മുടെ സ്വന്തക്കാർ പറഞ്ഞതുകൊണ്ട് ഞാൻ പറഞ്ഞു അതിൻ്റെ ആവശ്യം എനിക്കില്ല, എനിക്ക് വസ്തു പിന്നെ വിറ്റിട്ട് ഇവിടെ പോകുന്ന പ്രശ്നമില്ലെന്ന് പറഞ്ഞു. ഈ വഴിയിലേക്ക് വരുമ്പോൾ റോസമ്മയുടെ വീട്ടിൽ സ്ഥിരമായി വരുന്ന ഒരാളായിരുന്നു എന്ന് അവർ തന്നെ സ്ഥിരീകരിക്കും. അവസരമായിട്ട് വന്നുകൊണ്ടിരുന്ന ആളായിരുന്നു. രാത്രി കാലങ്ങളിലും വരും. ഈ വരുന്ന വഴിക്കൊക്കെ ടീച്ചർ കാണാറുണ്ട്. ഇയാളെ നേരത്തെ സെബാസ്റ്റ്യൻ നേരത്തെ കണ്ടിട്ടുണ്ട്. സെബാസ്റ്റ്യനെ ഞാൻ ഇവിടെ വന്ന് സ്ഥലം ചോദിക്കുന്നതിന് ഇല്ല, ആദ്യമായിട്ട് ഞാൻ ഈ സെബാസ്റ്റ്യനെ കാണുന്നത് അയാൾ അവരുടെ വീടിൻ്റെ അരപ്രൈസ് ഞാൻ മുമ്പ് പറഞ്ഞില്ലേ, അരപ്രൈസിൽ ഇരിക്കുന്നതാണ്. അപ്പോൾ അവിടെ JCB കൊണ്ടുവന്ന് അവരുടെ പുരയിടത്തിൽ പിന്നെ വേരൊക്കെ തെങ്ങിൻ്റെയും മരത്തിൻ്റെയൊക്കെ വേര് മാന്തിക്കുന്നുണ്ട്. അങ്ങനെ ആരും ചെയ്യാത്ത കാരണം ഇവർ സ്ഥലത്തില്ലാഞ്ഞുകൊണ്ട് ഞാൻ ചോദിച്ച് നോക്കാൻ പോയതാണ് അയൽവാസി എന്ന നിലയിൽ. അന്നേരം അയാൾ ചോദിച്ചു എന്നോട് എന്താ നോക്കുന്നതെന്ന്. ഞാൻ പറഞ്ഞില്ല ഇത് മതം എന്താണ് ആരാണെന്ന് അറിയാനാണെന്ന് പറഞ്ഞു. അത് ഞാൻ എന്നെ ഏൽപ്പിച്ചിട്ട് പോയതാണെന്ന് പറഞ്ഞു. എന്നിട്ട് എന്നെ അങ്ങോട്ട് വിളിച്ച് വരാം. ഞാൻ പറഞ്ഞു അങ്ങോട്ട് വരേണ്ട കാര്യം എനിക്കില്ല, എനിക്ക് വേറെ ജോലിയാണെന്ന് പറഞ്ഞു. ഞാൻ ഇനി പോരുകയും ചെയ്തു. അങ്ങനെയാണ് ആ മനുഷ്യനെ ആദ്യമായിട്ട് കാണുന്നത്. അത് കഴിഞ്ഞാൽ ഇവിടെ വന്നപ്പം ഞാൻ ചോദിച്ചു പേരെന്താണ്, വസ്തു ചോദിച്ചപ്പോൾ ചോദിച്ചു പേരെന്താണ്. എൻ്റെ പേര് സെബാസ്റ്റ്യൻ എന്നാണ്, പള്ളിപ്പുറത്താണ് വീടെന്നും പറഞ്ഞു. അത് വെച്ചുകൊണ്ട് എൻ്റെ സ്വന്തക്കാരൊക്കെ ചോദിച്ചപ്പോഴാണ് പറഞ്ഞ് ഇയാൾ ശരിയല്ല, അടുപ്പിക്കുകയും ചെയ്യരുതെന്ന് പറഞ്ഞു. അതാണ് ടീച്ചർക്ക് പറയാനുള്ളത്. അതായത് ഇത്തരത്തിൽ പല ആളുകളെയും ശ്രദ്ധിച്ചിരുന്നു എന്നുള്ളതാണ് സെബാസ്റ്റ്യൻ. ടീച്ചർ ആകെ കണ്ടിട്ടുള്ളത് ഒരു പ്രാവശ്യം അവിടെ ആ വീടിന്റെ മുന്നിൽ അരപ്രൈസിൽ ഇരിക്കുന്നതാണ് കണ്ടിട്ടുള്ളത്. അതിനുശേഷം പിന്നീട് ടീച്ചറുടെ അടുത്തേക്ക് ആ ഒരു സംഭാഷണത്തിന് ശേഷം പിന്നീട് ടീച്ചറിന്റെ അടുത്തേക്ക് വരുന്നത് ഇവിടുത്തെ സ്ഥലം മാറി, അതായത് ഇപ്പോൾ താമസിക്കുന്ന സ്ഥലം മാറ്റിയിട്ട് റോഡ് സൈഡിൽ പള്ളിയുടെ അടുത്ത് പുതിയ വീട് സ്ഥലവും വാങ്ങിത്തരാം, ഇത് വിൽപ്പന നടത്തി കൊടുക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ടീച്ചറെ സമീപിക്കുമായിരുന്നു. ടീച്ചറും അന്ന് ഒറ്റയ്ക്കാണ് താമസിക്കുന്നത്. അങ്ങനെ ഒറ്റയ്ക്ക് താമസിക്കുന്ന സ്ത്രീകളെ ലക്ഷ്യമിട്ടാണ് ഇയാളുടെ നീക്കങ്ങൾ എന്നുള്ളത് വ്യക്തമാക്കുന്നതാണ് ഈ ഓരോ അനുഭവങ്ങളും. ചേർത്തല ശാസ്താംകവലയിൽ നിന്നും ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18. ശവശരീരങ്ങൾ അഴുകിയതിൻ്റെ ദുർഗന്ധം. വനത്തിനകത്ത് മണ്ണ് നീക്കം ചെയ്ത് പരിശോധിക്കുമ്പോൾ നിരവധി അസ്ഥികൂടങ്ങളും തലയോട്ടികളും. അടയാളപ്പെടുത്താത്ത സ്ഥലങ്ങളിൽ പോലും മൃതദേഹാവശിഷ്ടങ്ങൾ.